വെറുതെ ആവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കിയിട്ട് ഇത് മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും നമുക്കിതുമായി യാതൊരു ബന്ധമില്ല. ഇതും അതുമായി യാതൊരു ബന്ധമില്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ പറയും, അത് പറഞ്ഞേ പറ്റൂ. അത് മറ്റ് തലത്തിലേക്ക് കൊണ്ടുപോവാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. സമുദായത്തിന്റെ രാഷ്ട്രീയ കെട്ടുറപ്പ് ശക്തമായി നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തികളിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ. എന്ന് കരുതി സുന്നത്ത് ജമാഅത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ദീനിനെ താറുമാറാക്കാൻ, കുട്ടിച്ചോറാക്കാൻ കുറെ ഹുദഥാഉൽ അസ്നാനിന്റെ കയ്യിലേക്ക്, കുറെ വിഡ്ഢികളുടെ കയ്യിലേക്ക് ഈ ദീനിനെ ഏൽപ്പിച്ചാൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധമുള്ളത് കൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. ബിദ്അത്തിനെ തടയേണ്ടയിടത്ത് തടയേണ്ടതുപോലെ തടഞ്ഞില്ലെങ്കിൽ ഈ പരിശുദ്ധ ദീനിന് നിലനിൽപ്പില്ല. ആരൊക്കെ മാറ്റിമറിച്ച മുഹറഫായ, മുബദ്ദലായ, മുഗയ്യറായ വെറും പേര് മാത്രമുള്ള നാമമാത്ര ദീന് മാത്രമായിരിക്കും ഇവിടെ ശേഷിക്കുക. അത് ഈ ദീനിന് സാധ്യമല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദീനിനെ അല്ലാഹു ആണ് അവതരിപ്പിച്ചതെങ്കിൽ അതിനെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ഈ പരിശുദ്ധ ദീനിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടുന്നതിനെ സംബന്ധിച്ചും അത് കടത്തിക്കൂട്ടുന്നതിനെ തൊട്ടും ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനെ തൊട്ടും ഈ പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കുന്ന അഇമ്മത്തിലൂടെ, ഉലമായിലൂടെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഈ ദീനിനെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനെ തടയുന്ന ഒരു വിഭാഗം, ഖായിമീന അലൽ ഹഖ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം, ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിവിടെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. പരിശുദ്ധ ദീൻ ഇവിടെ ഉണ്ടോ, ബിദ്അത്തിനെ എതിർക്കപ്പെടുക തന്നെ ചെയ്യും. എങ്കിലേ ദീൻ തനതായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ കടത്തിക്കൂട്ടിയ ദീനല്ലേ ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് അത് സാധ്യമല്ല, അത് സംഭവിക്കുകയുമില്ല. ആരും ഭയപ്പെടണ്ട. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ദീനിനെ ഉള്ളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. പിന്നെയാണ് പുറത്തുനിന്ന് സംരക്ഷിക്കേണ്ടത്. ഉള്ളിൽ നിന്ന് തന്നെ തൊരപ്പന്റെ പണിയെടുക്കുമ്പോൾ അത് സംരക്ഷിക്കാതെ പുറത്തുനിന്നുള്ള സംരക്ഷണം കൊണ്ട് ദീൻ സംരക്ഷിക്കാൻ സാധ്യമല്ല. പുറത്തൊരുപാട് ശത്രുക്കൾ ഉണ്ടാകും. അത് എന്നും സത്യത്തിനുണ്ടാകും. പ്രവാചകന്മാർക്കൊക്കെ ശത്രുക്കളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിൻ്റെതായ മാർഗങ്ങളുണ്ട്. അത് ഒരർത്ഥത്തിൽ എളുപ്പവുമാണ്. ആ ശത്രുവിനെ ശത്രുവായി മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതേ സമയത്ത് ഉള്ളിലുള്ള ചെതലുകൾ പരിശുദ്ധ ദീനിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പലർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. ആദ്യമായി പരിശുദ്ധ ദീനിൽ കടന്നു വന്ന ഖവാരിജുകളെ കണ്ടാൽ അവർ രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നവരായിരുന്നു. അവരോട് സംസാരിക്കാൻ, സംവദിക്കാൻ ഇബ്നു അബ്ബാസ് തങ്ങൾ ചെന്നപ്പോൾ അവരുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മുഴക്കം കേട്ട് അത്ഭുതപ്പെട്ടു പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അവരുടെ വസ്ത്രരീതിയും അവരുടെ ഇബാദത്തിന്റെ രീതിയും അവരുടെ താടിയും തലയെക്കെട്ടുമൊക്കെ കണ്ടാൽ ഏറ്റവും പ്രഗത്ഭരായ സുന്നികളാണ്, യഥാർത്ഥ വിശ്വാസികളാണ്, യഥാർത്ഥ ഈമാൻദാരികളാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ സ്വഭാവ രീതികളൊക്കെ. പക്ഷെ അവരൊരു കൂട്ടം സഹാബത്തിനെ കാഫിറാക്കി എന്നതാണ് യഥാർത്ഥം. അങ്ങനെയാണ് ബിദ്അത്ത് തുടങ്ങുന്നത്. ഈ ബിദ്അത്തിനെ പ്രതിരോധിക്കേണ്ടത് ആവശ്യകത എന്ത് എന്ന ചോദ്യം തന്നെ ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ചിന്തയിൽ തന്നെ വരാൻ പാടില്ലാത്തതാണ്. അതിന് ആയത്തും ഹദീസും ഒന്നും ഓതേണ്ടതില്ല. അള്ളാഹു അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാരായ, അതിനെ സംരക്ഷിക്കുന്ന, കൃത്യമായി അതിനുള്ള പ്രഗത്ഭരായ, അതിന് പ്രാഗൽഭ്യമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നിയോഗിച്ചുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ദീനിനെ സംരക്ഷിക്കും. അത് സംരക്ഷിച്ചേ പറ്റൂ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാമല്ലോ, മുത്തഫഖ് അലൈഹി ആയ ഹദീസിൽ കാണാം, മൻ അഹദസ ഫീഹാ ഹദസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ഈ പരിശുദ്ധ ദീനിൽ ഒരു പുതിയത്, പരിശുദ്ധ ദീനിന്റെ ഉസൂലുകൾക്ക് മുഖാലിഫായും കൊണ്ട്, അതിന് വിരുദ്ധമായും കൊണ്ട്
പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരായിക്കൊണ്ട് ഈ ദീനിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കടത്തിക്കൂട്ടിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ട്. വൽ മലായിക, മലക്കുകളുടെയും ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളുടെയും ശാപമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. മുത്തഫഖുൻ അലൈഹിയാണ്. ഓരോരുത്തരും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അത് ഇഹ്ദാസ് ചെയ്തവനെ സംബന്ധിച്ചാണെങ്കിൽ മറ്റൊരു റിവായത്തിൽ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ചത്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസാ, ഒരു പുത്തനാശയക്കാരന്, ഒരു ജിനായത്ത്, ശാരീരികമായോ മതപരമായോ ജിനായത്ത് ചെയ്യുന്നവർക്കൊക്കെ മുഹ്ദിസ് എന്ന് പറയും. അതിലെ ഏറ്റവും അപകടകരമായ ജിനായത്ത് മതപരമായ ജിനായത്താണ്. ഇതാണ് മതം എന്ന് പറഞ്ഞുകൊണ്ട് മതമല്ലാത്തതിനെ മതത്തിൽ കൂട്ടിക്കടത്തിക്കൊണ്ട് പരിശുദ്ധ ദീനിൽ അതിക്രമം കാണിക്കുന്നവന്, അഭയം നൽകുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഈ ചോദ്യം ചോദിക്കുന്നവർ ഈ ഹദീസിനൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? മുബ്തദിഈങ്ങൾക്ക് അഭയം നൽകുന്നവർ, അവരെ സംരക്ഷിക്കുന്നവർ, അവർ കോശാന പാടുന്നവർ, അതൊക്കെ അതിനൊക്കെ സാധാരണവൽക്കരിക്കുന്നവർ, അതൊന്നും ഇന്ന് പറയാൻ പറ്റിയ കാര്യമല്ലെന്ന് പറയുന്നവർ ഈ ഹദീസൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസാ, മുഹ്ദിസിന് അഭയം നൽകുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട അയിമ്മത്ത് ഈ ഹദീസ് ഇങ്ങനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു മുഹദ്ദിസിന് അഭയം നൽകുന്നവന് പോലും ഇത്ര വലിയ താക്കീത്, ലഅനത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠോരമായതാണ്. അതൊരിക്കലും തന്നെ ഒരു വിശ്വാസിയോട് പ്രയോഗിക്കാൻ, വ്യക്തിപരമായി പ്രയോഗിക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് തന്നെ താക്കീത് ചെയ്തതാണെന്ന് ഓർക്കണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു അറബി വരാറുണ്ടായിരുന്നു. അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, കുന്നാ നുലഖിബുഹു ഹിമാറ, ഞങ്ങൾ മൂപ്പരെ ഹിമാർ എന്ന് വിളിക്കാറുണ്ട്. ഹിമാർ എന്ന് വിളിക്കുമ്പോൾ അതിന് ചില അർത്ഥം ഉണ്ടാവുമല്ലോ. കുന്നാ നുലഖിബുഹു ഹിമാറ, ഞങ്ങൾ അയാളെ ഹിമാർ എന്ന് വിളിക്കാറുണ്ട്. നല്ല മനുഷ്യനാ, സാധു മനുഷ്യനെ, ഇടക്കൊക്കെ ഇങ്ങനെ വരും, എപ്പോഴെങ്കിലും വരുള്ളൂ, എപ്പോഴും അവിടെ ഉണ്ടാവുന്ന ആളല്ല. ഇപ്പൊ ഒരാള് വലിയ തമാശക്കാരനാണ്, തമാശ നല്ലോണം പറയും. അപ്പൊ തമാശയിൽ ചിലപ്പോ അങ്ങനത്തെ തമാശയും പറയുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഹിമാർ എന്ന് വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നത് തന്നെ, കാന യുദ്ഹിക്കുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ നന്നായി ചിരിപ്പിക്കുന്നതാണ്. ആ ജാതി തമാശ പറഞ്ഞിട്ട് ഒരു തമാശ വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്, ബുഖാരിയുടേതല്ല. അത് തമാശ പറഞ്ഞങ്ങളും ചിരിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് മൂപ്പര് വന്നു. അപ്പൊ മൂപ്പര് വരുമ്പോ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളത് എന്ന നിലക്ക് കുറച്ച് തേൻ വാങ്ങിയിട്ടാ വന്നിട്ടുള്ളത് മൂപ്പര്. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഹദിയ കൊടുത്തു. അത് അങ്ങനെ പോയി. പിന്നൊരു ദിവസം മൂപ്പര് വന്നു, കൂടെ ഒരാളുണ്ട്. അപ്പൊ അയാളെ കയ്യും പിടിച്ചിട്ട് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി, ഞാൻ ഇന്നാള് വരുമ്പോ കുറച്ച് തേൻ കൊടുത്തിരുന്നല്ലോ, അത് ഞാൻ ഇയാളേക്കൊന്ന് വാങ്ങിയത്, അതിന്റെ പൈസ കൊടുത്തിട്ടില്ല, അതാണ്ട് കൊടുത്താളെന്ന്. അതിന്റെ പൈസ കൊടുത്തിട്ടില്ല, അതങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമാശ പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. ചില വീക്ക്നെസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം വന്നപ്പോ മൂപ്പര് കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ റസൂലുള്ളാഹിയുടെ എപ്പോഴുമുള്ള സുഹബത്തും തെർബിയത്തൊന്നും കിട്ടിയ ആളല്ലാതെ ആവുമ്പോ ആ ജാഹിലിയത്ത് പൂർണ്ണമായി അങ്ങോട്ട് മാഞ്ഞു പോകുന്നത് വരെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അടിക്കാൻ പറഞ്ഞു, ശിക്ഷയായി അടിക്കാൻ പറഞ്ഞു. സഹാബത്ത് അടിച്ചു. അങ്ങനെ പിന്നൊരിക്കൽ വന്നു. അങ്ങനെ അടിയും കിട്ടി മൂപ്പര് സന്തോഷത്തോടെ ചിരിച്ചു പോയി. പിന്നൊരിക്കൽ മൂപ്പര് വന്നു. അപ്പോഴും അദ്ദേഹം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറഞ്ഞു, അടിക്കാൻ പറഞ്ഞു. അപ്പോൾ സദസ്സിൽ നിന്നൊരാൾ പറഞ്ഞു, ലഅനഹുല്ലാഹ് മാ അക്തറ മാ യുഅ്താ ബിഹി, അല്ലാഹു അയാളെ ശപിക്കട്ടെ, എത്ര വട്ടായി നമ്മളിങ്ങനെ അടിക്കാനുണ്ടല്ലോ കുറച്ച് പണി. അപ്പൊ എത്ര വട്ടായി ഇയാളത് ഇങ്ങനെ കുടിച്ചു വരുന്നതും നിർത്തിക്കൂടെ അയാൾക്ക്? ലഅനഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ ശപിക്കട്ടെ, മാ അക്തറ മാ യുഅ്താ ബിഹി, എത്ര വട്ടായി ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു.
ഇത് കേട്ടപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലാ തൽഅനൂ, അയാളെ ശപിക്കരുത്. ലാ തുഈനു അലൈഹി ശൈത്താൻ, പിശാചിനെ അയാൾക്കെതിരിൽ നിങ്ങൾ സഹായിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒന്നുകൂടെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ശേഷം നമ്മുടെ വിശദീകരണത്തിൽ അതുകൂടെ നമുക്ക് ആവശ്യം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു മാ അലിംതു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹം കള്ളു കുടിക്കുന്നുണ്ടത് ശരിയാണ്, അതൊരു തെറ്റാണ്. ആ തെറ്റ് അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അള്ളാഹു അവിടെ ശിക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ അഫ്വു ചെയ്തേക്കാം. ഇവിടെ കൊടുക്കേണ്ടുന്ന ശിക്ഷ നമ്മളും കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമാണ്. ഇന്നഹു, അദ്ദേഹം മാ അലിംതു, ഞാൻ അറിഞ്ഞിടത്തോളം, യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന മനസ്സിന്റെ ഉടമയാണ്. അതുകൊണ്ട് മനസ്സ് വിശുദ്ധമാണ്, ഹിദായത്തിന് പാകപ്പെട്ട മനസ്സാണ്. അദ്ദേഹത്തെ നിങ്ങൾ ശപിച്ചുകൊണ്ട് പിശാചിനെ സഹായിക്കരുത്. ശാപം എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, നേരെ എതിരാണ്. റഹ്മത്തിനെ തൊട്ട് അള്ളാഹു അകറ്റട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അകന്നു പോയാൽ, ആ ദുആയെങ്ങാനും അള്ളാഹു സ്വീകരിച്ചു പോയാൽ പിന്നീട് ഹിദായത്തിന് വകുപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ശപിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു. അതുപോലെ പല ഹദീസുകളും പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ഖിബ്ലയിൽ ആരെയും വ്യക്തമായി നേരിട്ട് നമ്മൾ ശപിക്കാൻ പാടില്ലെന്ന് അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ താക്കീതായി കൊണ്ട് പറയുന്നു, ഒരു മുബ്തദിഇനെ, ഒരു മുഹദ്ദിസിന് അഭയം നൽകുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇത്രയും ശക്തമായി പറയണമെങ്കിൽ അതിന്റെ ഗൗരവം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബിദ്അത്തിനെ തടയേണ്ടയിടത്ത് തടയേണ്ടതുപോലെ തടഞ്ഞില്ലെങ്കിൽ ഈ പരിശുദ്ധ ദീനിന് നിലനിൽപ്പില്ല. ആരൊക്കെ മാറ്റിമറിച്ച മുഹറഫായ, മുബദ്ദലായ, മുഗയ്യറായ, വെറും പേര് മാത്രമുള്ള നാമമാത്ര ദീന് മാത്രമായിരിക്കും ഇവിടെ ശേഷിക്കുക. അത് ഈ ദീനിന് സാധ്യമല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദീനിനെ അല്ലാഹു ആണ് അവതരിപ്പിച്ചതെങ്കിൽ അതിനെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ഈ പരിശുദ്ധ ദീനിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടുന്നതിനെ സംബന്ധിച്ചും അത് കടത്തിക്കൂട്ടുന്നതിനെ തൊട്ടും ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനെ തൊട്ടും ഈ പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കുന്ന അയിമ്മത്തിലൂടെ, ഉലമായിലൂടെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഈ ദീനിനെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനെ തടയുന്ന ഒരു വിഭാഗം, ഖായിമീന അലൽ ഹഖ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം, ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിവിടെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. പരിശുദ്ധ ദീൻ ഇവിടെ ഉണ്ടോ, ബിദ്അത്തിനെ എതിർക്കപ്പെടുക തന്നെ ചെയ്യും. എങ്കിലേ ദീൻ തനതായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ കടത്തിക്കൂട്ടിയ ദീനല്ലേ ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് അത് സാധ്യമല്ല, അത് സംഭവിക്കുകയുമില്ല. ആരും ഭയപ്പെടണ്ട. ഇത് അള്ളാഹുവിന്റെ ദീനാണ് എന്റെ പ്രിയമുള്ള സഹോദരൻ. അതുകൊണ്ട് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. ബിദ്അത്തിനെ നാം എന്തിന് പ്രതിരോധിക്കണം? നാം അല്ലെങ്കിൽ പിന്നെ ആരാ പ്രതിരോധിക്കുക? അതുകൊണ്ട് എന്താണ് ഇനി ദീൻ? ദീനിന്റെ അടിസ്ഥാനപരമായ രണ്ട് ഉസൂലുകൾ, രണ്ട് അസലുകൾ ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. അതാണ് അതിന്റെ ഘടന. ഒന്ന്, പരിശുദ്ധ ദീനിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ദീൻ അംഗീകരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിന്റെ എളുപ്പത്തിന് വേണ്ടി അതിന്റെ മറ്റൊരു ഹദീസ്, അതിന്റെ നേരെ എതിരാകുന്ന മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ചത് ഞാൻ ഉദ്ധരിക്കാം. ഇവിടെ കൂടിയവർ അധികവും പണ്ഡിതന്മാരായതുകൊണ്ട്, പണ്ഡിതന്മാരും പ്രവർത്തകരുമായതുകൊണ്ട് പണ്ഡിതന്മാർക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യമനിൽ നിന്ന് കുറച്ച് സ്വർണം വന്നു. ആ സ്വർണം വന്നപ്പോൾ റസൂലുള്ള അത് സദസ്സിലുള്ള അവിടെയുള്ള ചില ആളുകൾക്ക് മാത്രം വിഹിതിച്ചു കൊടുത്തു. ചില ആളുകൾക്ക് അത് റസൂലുള്ളാഹി ചില ആളുകൾക്ക് കൊടുക്കണമെന്ന് കണ്ടു, അത് കൊടുത്തു. അവിടെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫഖാമ റജുലുൻ മിനൽ ഖൗമി, സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്നു.
അദ്ദേഹത്തിന്റെ സ്വഭാവം കൃത്യമായി വിവരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നെറ്റിത്തടം ഇങ്ങനെ ഉന്തി നിൽക്കുന്നുണ്ട്. ഗായിറുൽ ഐനൈനി, കണ്ണിങ്ങനെ കുഴിയിലേക്ക് പോയിട്ടുണ്ട്. ഗായിറുൽ ഐനൈനിയാണ്, അല്ല ക്ഷീണിതനാണ്. അഥവാ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് കണ്ടാൽ നല്ലൊരു ഈമാൻദാരിയാണെന്ന് തോന്നുന്ന, കസ്സുൽ ലിഹ്യ, നല്ല തിങ്ങിയ താടിയുണ്ട്. മഹ്ലൂഖുർ റഅ്സി, തലമുണ്ഡനം ചെയ്തിട്ടുണ്ട്. മുശമ്മറുൽ ഇസാരി, തുണിയൊക്കെ അങ്ങനെ മുട്ടിന്റെ താഴെ മാത്രം, അങ്ങനെ തണ്ടൻകാലിന്റെ പകുതി വരെയുള്ളോ എന്ന് കണ്ടാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കണ്ടാൽ നല്ല പൂർണ്ണമായ ഒരു മുത്തഖിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മനുഷ്യൻ സദസ്സിൽ നിന്ന് എണീറ്റുകൊണ്ട് പറഞ്ഞു, ഇഅ്ദിൽ യാ മുഹമ്മദ് ഫഹാദിഹി ഖിസ്മത്തുൻ ലം യുറദ ബിഹാ വജ്ഹുല്ലാഹ്. ഈ വീതം വെപ്പ് അത് അനീതിയായി പോയി. ഇതിന് ഞങ്ങളൊക്കെ അവകാശികളാണ്. അതുകൊണ്ട് മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ അത് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് പറയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ നീതി പാലിക്കണം, ഇത് അനീതിയായി പോയി. മുഹമ്മദ്, മുഹമ്മദ് നീതി പാലിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വിരൽ ചൂണ്ടി പറയുകയാണ് ആ മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം വന്നു, കോപാകുലനായി, മുഖം വിവർണമായി. റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നാൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങളുണ്ട്, അതൊക്കെ കാണാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ യഅദിൽ ഇദാ ലം അഅദിൽ, ഞാൻ നീതി നടപ്പിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ നീതി നടപ്പിലാക്കുക? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? അല്ലാഹുവിന് എന്നെ വിശ്വാസമാണ്, അല്ലാഹ് എന്നെ വിശ്വസിച്ചു, ഈ ദീൻ ഏൽപ്പിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെന്നോ എന്ന് ഗൗരവസ്വരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിനോട് പറയുന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് എണീറ്റ് നിന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഇദൻ ലി യാ റസൂലല്ലാഹ് അദ്രിബു ഉനുഖഹു, ഞാൻ അയാളുടെ പെരടി വെട്ടാം, എനിക്ക് അങ്ങൊന്ന് സമ്മതം തന്നാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് എണീറ്റ് നിന്നുകൊണ്ട് പറയുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അത് പറ്റില്ല, ഇന്നഹു യുസല്ലി, അയാൾ നമസ്കരിക്കുന്നവനാണ്, മുഹമ്മദ് സ്വന്തം അനുയായികളെ കൊലപ്പെടുത്തുന്നു എന്ന് പറയാൻ അവസരമുണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അയാളെ കൊല്ലേണ്ടതില്ല എന്ന് പറയുന്നിടത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഫറുബ്ബ മുസല്ലിൻ ലാ ഈമാന ലഹു എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. എത്ര നിസ്കാരക്കാരുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഈമാനില്ല, അവർ കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ്, പക്ഷേ അവരുടെ ഉള്ളിൽ ഈമാനില്ല. പക്ഷേ അവരുടെ ബാഹ്യമായ വിഷയങ്ങൾക്ക് നിയമം നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതാണ് റസൂലുള്ള പറഞ്ഞത്. അവൻ വെറുക്കപ്പെടേണ്ടതാണെങ്കിലും അവൻ തള്ളപ്പെടേണ്ടവനാണെങ്കിലും പ്രത്യക്ഷത്തിൽ അവൻ നമസ്കരിക്കുന്നുണ്ട്, അവനെ കൊല്ലാൻ പറ്റില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ പറഞ്ഞു. അയാൾ ഇങ്ങനെ സുമ്മ വല്ലാ മുദ്ബിറായി അവന്റെ മൂട് കാട്ടി പുറത്തുപോയി എന്നാണ്, ഒരു അച്ചടക്ക ലംഘനം കാണിച്ചുകൊണ്ട് പുറത്തുപോയി എന്നാണ് അതിന്റെ സാരമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ മുതുകിലേക്ക്, അദ്ദേഹത്തിന്റെ മുതുകിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് ഇനി ചില ആളുകൾ വരാനിരിക്കുന്നുണ്ട്. അവരെ കണ്ടാൽ, അവരുടെ വേഷം കണ്ടാൽ, അവരുടെ വേഷവിധാനവും അവരുടെ സ്വഭാവവും അവരുടെ ഖുർആൻ പാരായണവും അവരുടെ ഇബാദത്തും നിസ്കാരവും നോമ്പുമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മുടെ നിസ്കാരമൊന്നും ഒന്നുമല്ല, ഇവര് എത്ര നല്ല മഹാന്മാരാണ്, എത്ര വലിയ നല്ല ആളുകളാണ് എന്ന് തോന്നിപ്പോകും. അത്രമേൽ ഇബാദത്തും അത്രമേൽ സൂക്ഷ്മതയും അത്രമേൽ നല്ല രൂപവും ഭാവവും ഒക്കെ അവർക്കുണ്ടാകും. പക്ഷെ അവർ ദീനിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഈ രണ്ട് ഹദീസുകൾ നിങ്ങളൊന്ന് തുലനം ചെയ്ത് പഠിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാഹ്യമായ തഖ്വ പൂർണ്ണമായി കാണുന്നു, നല്ല രൂപഭാവമാണ്, നല്ല തിങ്ങിയ താടിയുണ്ട്, ഞെരിയാണിക്ക് മുകളിലായി വളരെ ഉയർത്തി തുണിയെടുത്തിട്ടുണ്ട്, ഇബാദത്തെടുക്കുന്നതിന്റെ ലക്ഷണമുണ്ട്, അങ്ങനെ നല്ല ഈമാൻദാരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ നുബുവത്തിന്റെ മഹത്വം അദ്ദേഹം അറിഞ്ഞില്ല. ഒരു പ്രവാചകൻ, ആ പ്രവാചകനിൽ നിന്ന് നീതിയും അനീതിയും ഉണ്ടാകും എന്നാണ് അയാൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് റസൂലിനോട് ഇഅ്ദിൽ എന്ന് പറഞ്ഞത്.
പ്രവാചകന്മാരിൽ നിന്ന് നീതി മാത്രമേ ഉണ്ടാകൂ, സത്യം മാത്രമേ സംസാരിക്കൂ, അള്ളാഹുവിന്റെ പൊരുത്തമുള്ളത് മാത്രമേ അവർ പ്രവർത്തിക്കൂ. അവർ മഅസൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്. അവരെന്ത് പറഞ്ഞോ അവരെന്ത് പ്രവർത്തിച്ചോ അതിനെ ആധുനിക നിയമങ്ങളോ ആധുനിക ശാസ്ത്രമോ നമ്മുടെ ബുദ്ധിയോ നോക്കാതെ പൂർണ്ണമായി അംഗീകരിക്കണം. ഇവിടെയാണ് ദീനുള്ളത് എന്ന ബോധം അദ്ദേഹത്തിനുണ്ടായില്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞു എഴുതിൽ യാ മുഹമ്മദ്. അതുകൊണ്ട് തന്നെ അയാളുടെ ബാഹ്യമായ ആ തഖ്വയുടെ രൂപങ്ങളൊന്നും അദ്ദേഹത്തിൽ ഗുണം ചെയ്തില്ല. അതിന്റെ ഗുരുത്തക്കേടാണ് അയാളിൽ മാത്രമല്ല അയാളുടെ സന്താന പരമ്പരയിൽ പോലും അത് നിലനിൽക്കുമെന്ന് റസൂലുള്ള പറഞ്ഞത്. അതാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിലാ പറഞ്ഞത്. ഗുരുത്തം കെട്ടുപോയി, നുബുവത്തിനെ അതിന്റെ മഹത്വത്തെ അവഗണിച്ചു, അവമതിച്ചു. അയാളിൽ മാത്രമല്ല അയാളുടെ സന്താന പരമ്പരകൾക്ക് പോലും അത് ബാധിച്ചു. അവരിൽ നിന്ന് ഇനി ഇങ്ങനെയുള്ള ആളുകളാണ് വരാൻ പോകുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞ അയാളിൽ നിന്ന് ബാഹ്യമായി തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട്. പക്ഷേ നുബുവത്തിന്റെ മഹത്വം അറിഞ്ഞ്, നുബുവത്തിനോടുള്ള ബഹുമാനം അറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മനസ്സിന്റെ ഉടമയായപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്. ഇന്നഹു മാ അലിംതു, ഞാൻ അറിഞ്ഞിടത്തോളം യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന മനസ്സിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ തഖ്വക്ക് ഇനിയും സ്ഥലമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ ഗുണത്തിന് വേണ്ടിയേ ദുആ ചെയ്യാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എത്ര പഠനാർഹമാണിത്! എന്തിനാണ് നമ്മൾ കൂടുതൽ പറയേണ്ടി വരുന്നത്? എത്ര കൃത്യമാണ് ഈ വസ്തുത! അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. ഖൽബിന്റെ ഒരു തഖ്വയുണ്ട്, അതില്ലാതെ ബാഹ്യമായ തഖ്വ കൊണ്ട് കാര്യമില്ല. ഖൽബിന്റെ തഖ്വ എന്താണ്? വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഖൽബിന്റെ തഖ്വ അതാണ്. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുക, ആ ബഹുമാനം നിലനിർത്തുക, അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുക. വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ഒക്കെ അതുണ്ടാവണം. ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തല്ലേ, സൂറത്ത് ഹുജറാത്തിലല്ലേ അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന, അദബോടുകൂടെ നബിയോട് പെരുമാറുന്ന ആളുകൾ, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ മനസ്സിലാണ് തഖ്വ ഉണ്ടാവുള്ളൂ. അതിന് ചുരുക്കം, തഖ്വക്ക് പറ്റോ എന്ന് പരീക്ഷിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചവരവരാണ്, ആ പരീക്ഷ മറികടന്നവരവരാണ്. ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ്. ആ തഖ്വ ഇല്ലെങ്കിൽ ബാഹ്യമായ തഖ്വ കൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് ഗായിറുൽ ഐനൈനിയും മഹ്ലൂഖുർ റഅസും മുശമ്മറുൽ ഇസാറുമായ ഇഅ്ദിൽ യാ മുഹമ്മദ് എന്ന് പറഞ്ഞ സഹാബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുണ്ടെങ്കിൽ, ഖൽബിന്റെ തഖ്വയുണ്ടെങ്കിൽ ബാഹ്യമായി വരുന്ന വീഴ്ചകൾ പൊറുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഹിമാർ എന്ന് ആളുകൾ വിളിക്കുന്ന അബ്ദുള്ള എന്ന് പറയുന്ന മഹാനായ സഹാബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ. അപ്പൊ ഈ അടിസ്ഥാനപരമായ ഈ പോയിന്റ്, ഇതിൽ നിന്നുകൊണ്ടായിരുന്നു മഹാന്മാരായ സഹാബത്ത് ജീവിച്ചതും വളർന്നതും ദീനിനെ ഉൾക്കൊണ്ടതും പ്രബോധനം ചെയ്തതും ഒക്കെ. അവരുടെ വിനയവും അവരുടെ ഈ ബഹുമാനവും എത്രത്തോളം ഉണ്ടായിരുന്നോ അതിനനുസരിച്ചാണ് അവർക്ക് കിട്ടിയതൊക്കെ തന്നെ. നോക്കൂ, ഏറ്റവും വലിയ സഹാബി, സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗൽഭനായ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രബോധനവുമായി വന്ന അന്ന് തന്നെ മുസ്ലിമായി. റസൂലുള്ളാഹി വഫാത്തായി ഏതാനും 1.5 വർഷത്തിൽ താഴെ ജീവിച്ചു.
അപ്പോ 23, 24, 24.5 വർഷം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അപ്പോ ആകെ മുസ്ലിമായി ജീവിച്ചത് 25 വർഷത്തിൽ താഴെയാണ്. അതിൽ കൂടുതൽ ജീവിച്ചവരാ ഇന്ന് നമ്മിൽ പലരും മുസ്ലിമായിട്ട് തന്നെ. അതിൽ കൂടുതൽ ഫർള് നമസ്കരിച്ചവരാണ്. അതിൽ കൂടുതൽ 90-100 വയസ്സ് വരെ ജീവിച്ച അയിമ്മത്തുകളുണ്ട് ഈ ലോകത്ത്. ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹു 100-ലധികം വയസ്സ് ജീവിച്ച മഹാനാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ തങ്ങളടക്കമുള്ള മഹാന്മാരുടെ ഒക്കെ ഉസ്താദ്. ആ 100-ലധികം വയസ്സ് ജീവിച്ച് വഫാത്താകുന്ന അന്ന് പോലും അദ്ദേഹത്തിന്റെ സ്ഥിര പതിവായ റാത്തിബായ 100 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നത് മരിക്കുന്ന അന്ന് പോലും ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അത്ര വലിയ മഹാനാണ്. പക്ഷെ ആ സക്കരിയുൽ അൻസാരി സിദ്ദീഖ് നോക്കുമ്പോ ബൗനുൻ ബഈദ്. എന്താ വ്യത്യാസം? വലാകിൻ ശൈഇൻ ഉഖിറ ഫീ ഖൽബി. അവിടെയാണ് വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ പ്രത്യേകത, നുബുവത്തിന്റെ മഹത്വം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ ആദരവും ബഹുമാനവും സൃഷ്ടികളിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് നൽകി. ഒരു ദിവസം ഒരു മസ്ലഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തുപോയി തിരിച്ചു വരുന്നതിന് മുമ്പ് നമസ്കാരത്തിന്റെ സമയമായിരുന്നു. നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട സിദ്ദീഖിനോട് പറഞ്ഞു, നമസ്കാരത്തിന്റെ സമയമായല്ലോ, ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ആ കൊടുത്തോളാൻ പറഞ്ഞു. കുറച്ചേരൊക്കെ കാത്തു, കാണുന്നില്ല, സമയത്ത് നിസ്കരിക്കണല്ലോ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇമാമായി നിസ്കാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ള തിരിച്ചു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വന്ന വിവരം മഹാന്മാരായ സഹാബത്ത് കണ്ടപ്പോൾ, അറിഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടെ സിദ്ദീഖിനെ അത് ഉണർത്തി. അവർ കൈമുട്ടി, അവരിങ്ങനെ ഉണർത്തി. അവർക്കറിഞ്ഞുകൂടാ കൈമുട്ടാൻ പാടില്ലെന്ന്. അവർ തസ്ഫീഖ് ചെയ്തുകൊണ്ട് അവർ റസൂലുള്ള വന്നു എന്ന വിവരം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വിഷയം മനസ്സിലാക്കി മിഹ്റാബിൽ നിന്ന് പിന്നിലേക്ക് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. ആ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖിനോട് പറയുന്നു, മക്കാനക്, അവിടെ തന്നെ നിന്ന് നമസ്കരിക്കൂ, നമസ്കാരം പൂർത്തീകരിക്കൂ എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ള കൽപ്പിക്കുന്നു. പക്ഷേ സിദ്ദീഖുൽ അക്ബർ കൂട്ടാക്കിയില്ല. അവര് പിന്നോട്ടടിക്കുന്നു, മാറി നിൽക്കുന്നു. റസൂലുള്ള മുന്നിലേക്ക് കയറി നിൽക്കേണ്ടി വരുന്നു. റസൂലുള്ള മിഹ്റാബിൽ നിൽക്കുന്നു, പിന്നീട് സിദ്ദീഖ് അതിന്റെ പിന്നിൽ നിൽക്കുന്നു, പിന്നീട് സഹാബത്ത് അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കാരം പൂർത്തീകരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ ആദ്യം റസൂലുള്ള സദസ്സിന് പഠിപ്പിച്ചു കൊടുത്തു, സഹാബികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം നിസ്കാരത്തിൽ ഉണ്ടായാൽ, ഇമാമിനെ അറിയിക്കേണ്ടതായി ഉണ്ടായാൽ നിങ്ങൾ കൈമുട്ടുകയല്ല വേണ്ടത്. ഇന്നമത് തസ്ഫീഖു ലിന്നിസാ, അത് സ്ത്രീകൾക്കുള്ളതാണ്. നിങ്ങൾ തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഇമാമിനെ ഉണർത്തേണ്ടത്. പഠിപ്പിച്ചു കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, മാലക യാ സിദ്ദീഖ് യാ അബൂബക്കർ, എന്തേ അബൂബക്കറെ, നിങ്ങളോട് ഞാൻ അവിടെ തന്നെ നിന്ന് നമസ്കരിച്ച് നിസ്കാരം പൂർത്തീകരിക്കാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അനുസരിച്ചില്ല, എന്തുകൊണ്ട് നിങ്ങൾ നിസ്കാരം പൂർത്തീകരിച്ചില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ച സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. സ്വർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടുന്ന ആ വാക്ക്, അതാണ് സുന്നികളും അസുന്നികളും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് ഈമാനിന്റെ മിഅ്യാർ, യഥാർത്ഥ ഈമാനിന്റെ അളവുകോൽ അവിടെയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഖുറൈശിയാണ്. റസൂലുള്ള ഈ പ്രബോധനവുമായി വന്ന അന്ന് മുതൽ റസൂലുള്ളാഹിക്ക് എല്ലാ സേവനവും ചെയ്ത് ഒപ്പമുള്ള ആളാണ്. അതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കളാണ്. റസൂലുള്ള തന്നെ പറഞ്ഞു, നിങ്ങളൊക്കെ ഈ ദീനിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്.
പക്ഷേ മഹല അബൂബക്കർ, ഈ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊഴികെ അദ്ദേഹം ഈ ദീനിനെയും എന്നെയും സഹായിച്ചതിന് പ്രത്യുപകാരം ചെയ്യാൻ എന്നാൽ സാധ്യമല്ല. അത് അല്ലാഹു തന്നെ കൊടുത്തോളും എന്നാ പറഞ്ഞത്. ആ സിദ്ദീഖ്, അത്രമേൽ മഹത്വമേറിയ സിദ്ദീഖിനെ കൊണ്ട് ഈ ഉമ്മത്തിന് കിട്ടിയ ഗുണത്തിന് പകരം നൽകാൻ എന്നാൽ സാധ്യമല്ല, അത് അല്ലാഹു തന്നെ കൊടുത്തോളും എന്ന് പറഞ്ഞ അതേ സിദ്ദീഖ്. ആ സിദ്ദീഖ് റസൂലിനോട് അപ്പൊ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലാ യംബഗി ലിബ്നി അബീ ഖുഹാഫ അൻ യഖിഫ ബൈന യദൈ റസൂലില്ലാഹ്. അബൂ ഖുഹാഫന്റെ മോൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുകയോ അതിനെന്റെ മനസ്സനുവദിച്ചില്ല നബിയേ. കണ്ടോ? അതിനിന്റെ കാല് കൂടിയില്ല നബിയേ. വേറൊന്നുമല്ല, അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ മനസ്സിലാക്കി. അബൂ ഖുഹാഫന്റെ സ്വയം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അബൂ ഖുഹാഫന്റെ മോൻ അബൂബക്കർ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുകയോ, അതാണ് നുബുവത്തിന്റെ മഹത്വം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത്. നുബുവത്തിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതും ഖത്മുൻ നുബുവത്തിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഖത്മുൻ നുബുവത്തിന്റെ ഒരു രോമത്തിന്റെ മുന്നിൽ ഈ പ്രപഞ്ചം മുഴുവനും നിഷ്പ്രഭമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈമാൻ. അവിടെയാണ് ഈമാൻ. അതാണ് സിദ്ദീഖ് മനസ്സിലാക്കിയത്. ലാ യംബഗി ലിബ്നി അബീ ഖുഹാഫ, അബൂ ഖുഹാഫന്റെ മോൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കെ അതിനെന്റെ മനസ്സ് അനുവദിച്ചില്ല നബിയെ, അതിനെന്റെ കാല് കൂടിയില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് ആ വിശദീകരണം ശരിവെക്കുകയും സിദ്ദീഖിനെ ശരിവെക്കുകയും ചെയ്യുകയാണ്. ഈ വിധത്തിലുള്ള ഒരു ബഹുമാനം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മഹാന്മാർക്കും നൽകിക്കൊണ്ട് അതിനുശേഷം ഇനി ഓരോ ചരിത്രം ഇങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകും. അതുകൊണ്ട് പ്രധാന പോയിന്റുകൾ മാത്രം നൽകാൻ വേണ്ടി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി ഉമർ ഇബ്നുൽ ഖത്താബും അബൂബക്കർ സിദ്ദീഖും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതേ ക്രമത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എത്രമാത്രമാണ് സിദ്ദീഖിനെ ആദരിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അബൂബക്കറിന്റെ ഒരു രാത്രിക്കും ഒരു പകലിനും ഉമറിന്റെ ജീവിതം മുഴുവനും തുല്യമാവുകയില്ല എന്ന് പറയുന്നു. വെറുതെ ബടായി പറയുന്നവരല്ല അവർ പറയുന്നതൊക്കെ യാഥാർത്ഥ്യങ്ങൾ, അത് സത്യസന്ധമാണ്. ആ നിലക്കുള്ള ബഹുമാനം കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കാന ഉമർ വ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാ. ഇമാം ദഹബി അടക്കമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളും മറ്റു ചില ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, കാന ഉമർ വ ഉസ്മാൻ, ഉമർ റളിയല്ലാഹു തആല അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ, ഇദാ കാന റാക്കിബൈനി, അവർ വാഹനപ്പുറത്ത് പോവുകയാണെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ടാൽ, അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയാണ്, ആ എളാപ്പ വരുന്നത് കണ്ടാൽ യൻസിലാനി, അവർ അവരുടെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി നിൽക്കും, അതബോടുകൂടെ ഇറങ്ങി നിൽക്കും. ആരാ ഉമർ? എന്റെ ശേഷം ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ഉമറാകുമെന്ന് പഠിപ്പിച്ച ഉമർ. റസൂലുള്ളാഹി പറഞ്ഞ ഉമർ, യാ ലഹു മിൻ അബ്ഖരിയിൻ, എന്തൊരു പ്രതിഭാധനനാണെന്ന് പറഞ്ഞ അതേ ഉമർ. അവരുടെ പ്രതിഭയൊക്കെ ഇവിടെയാണ് കാണുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ പോകുന്നത് കണ്ടാൽ അവരുടെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി നിൽക്കും. ഇജ്ലാലൻ ലി അമ്മി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയെ ബഹുമാനിച്ചുകൊണ്ട്. ഒരു ദിവസം ഉമയ്ക്ക് ഇങ്ങനെ പോവാണ്, മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്തതിന്റെ ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ മേലെന്ന് വീടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ അബ്ബാസ് റളിയല്ലാഹുവിന്റെ വീടിന്റെ അരികിലൂടെ ഉമർ റളിയല്ലാഹു ഇങ്ങനെ പോവുക. മൂപ്പര് ഖുത്ബ ഓതാൻ വേണ്ടി പോവുക, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പറ്റുന്ന നല്ല അതിനുള്ള അബായൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ പാത്തിര അവിടേക്ക് എത്തിയപ്പോ പാത്തിയിൽ നിന്ന് കച്ചറ വെള്ളം കണ്ടു വീണു, നേരെ ഉമർ റളിയല്ലാഹുവിന്റെ തലയിൽ കണ്ടു വീണു. അപ്പോ ദേഷ്യം വന്നിട്ട് മൂപ്പര്, അല്ലെങ്കിൽ തന്നെ ഈ പാത്തി മാറ്റാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് മാറ്റിയിട്ടില്ല. മൂപ്പര് മെല്ലെ കേറിയിട്ട് ആ പാത്തി കണ്ട് വലിച്ചിട്ടു, പാത്തി അങ്ങോട്ട് വലിച്ചിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നു. മൂപ്പര് ചിരിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ആ പാത്തി എടുത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനും അത് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു നിങ്ങൾ പറഞ്ഞപ്പോ. പിന്നെ ഞാൻ ഇത് എടുക്കാതിരുന്നത് എന്താണെന്നറിയോ? അത് റസൂലുള്ള സ്വന്തം കൈകൊണ്ട് വെച്ച ഒരു പാത്തിയാണ്,
അതുകൊണ്ട് ഞാനത് എടുക്കാതിരുന്നതാണ്. നോക്കണം, ഉടനെ ഒരു പൂച്ചയെ പോലെ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിനയാന്യതനായി, അമീറുൽ മുഅ്മിനീനായ കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം, വിനയാന്യതനായി തന്റെ ചുമല് താഴ്ത്തി കൊടുത്തുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലാ അർളാ ഹത്താ തർകബ ആതിഖ, നിങ്ങൾ എന്റെ ചുമലിൽ കയറി നിന്ന് ആ പാത്തി അവിടെ തന്നെ വെക്കണം എന്ന് പറയുന്നൊരു ബഹുമാനുണ്ട്. ഇതാണോ ദീനിന്റെ അസ്ല്. അതാണ് വമൻ യുഅള്ളിം ശആഇറല്ലാഹ് എന്ന് പറയുന്നത്. അതവിടെ വെച്ചെങ്കിലേ ഞാൻ തൃപ്തിപ്പെടുകയുള്ളൂ. അതൊന്നും വേണ്ട, നമുക്ക് പിന്നെ ആരെ കൊണ്ടെങ്കിലും വെപ്പിക്കാം. ഇല്ല, ഞാൻ സത്യം ചെയ്തു പോയി, എന്റെ സത്യത്തിൽ എന്നെ പിഴപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഈ വിധത്തിൽ മഹാന്മാരായ സഹാബത്തിന്റെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചാൽ അവിടെ നിങ്ങോട്ട് പിന്നീടുള്ള താബിഈകളുടെയും അയിമ്മത്തിന്റെയും ഒക്കെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചാൽ ഇത് വളരെ ഗൗരവത്തിലാണ് അവർ കണ്ടിരുന്നത്. ഇതിലൊരു വിട്ടുവീഴ്ചയും അവർക്കുണ്ടായിരുന്നില്ല. ഇത് ആണ് പരിശുദ്ധ ദീനിന്റെ ഒന്നാമത്തെ അസ്ല്. അത് വിശ്വാസവുമായി ബന്ധിക്കുന്ന അസ്ലാണ്. വിശ്വാസവുമായി ബന്ധിക്കുന്ന ഈ അടിത്തറ, അതിന് കോട്ടം സംഭവിച്ചാൽ, ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞത് ഞാൻ അടിവരയിട്ട് പറയുന്നു, എന്റെ പ്രിയമുള്ള പ്രവർത്തകരെ, എന്റെ പ്രിയമുള്ള പണ്ഡിത സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞ യാഥാർത്ഥ്യത്തെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എണ്ണി 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 വിശദീകരിക്കാൻ നമുക്ക് കഴിയും. ഒരു കൊമ്പനി നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അത്ര തെളിഞ്ഞ സത്യങ്ങളാണത്. തഅലീമു ശആയിർ എന്ന സംഗതി ഇല്ലായ്മയായാൽ പിന്നീട് ഹിദായത്ത് നിലനിൽക്കുകയില്ല. ഇബ്ലീസിന്റെ ചരിത്രം പോലും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വാനലോകത്ത് ഹിദായത്ത് നിലനിൽക്കണമെങ്കിൽ, മലായികത്തിന് ഹിദായത്ത് നിലനിൽക്കണമെങ്കിൽ, ഭൂമിയിൽ അള്ളാഹു ഖലീഫയായി നിശ്ചയിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിച്ചോളണം എന്നാ അള്ളാഹു അവിടെ പ്രഖ്യാപിച്ചത്. അതാണ് അവിടെ പ്രഖ്യാപിച്ചത്. എല്ലാവരും ബഹുമാനിച്ചു. ബഹുമാനിച്ചവരുടെ ഹിദായത്ത് നിലനിന്നു. ഒരുത്തൻ അതിന് തയ്യാറായില്ല, അവൻ മൽഊനായി. കണ്ടോ? അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇതിന് വെറും ആയത്തെടുത്ത് എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ നമുക്ക് എത്രയോ പറയാൻ കഴിയും. അത്ര വലിയ ഈ യാഥാർത്ഥ്യത്തെയാണ് പുത്തനാശയക്കാർ ആദ്യമായി ചോദ്യം ചെയ്തത്. നേരത്തെ ഞാൻ പറഞ്ഞു, നീതിയും അനീതിയും ഉണ്ടാകുന്നവരാണ് പ്രവാചകന്മാർ എന്ന് തെറ്റിദ്ധരിച്ചു. ഒരു ദിവസം 100-ലധികം തെറ്റു ചെയ്യുമെന്ന് പച്ചയിൽ എഴുതിയത് എങ്ങനെ ദീനാകും? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70 വട്ടവും 100 വട്ടവും ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നത് അത്രയും തെറ്റ് ചെയ്തത് കൊണ്ടാണെന്ന് പച്ച മലയാളത്തിൽ എഴുതി പിടിപ്പിക്കുന്ന ദീനുകാര്. അതെന്ത് ദീനാ? അതെവിടെയാണ് ദീനാകുന്നത്? എവിടെയാണ് പിന്നെ ഹുറുമത്തുള്ളത്? ഈ പ്രവാചകന് പിന്നെന്ത് വിലയാണുള്ളത്? തെറ്റുകൾ സംഭവിക്കുന്ന പ്രവാചകനെ എങ്ങനെയാണ് പിന്നെ പിൻപറ്റുന്നത്? ആ തെറ്റുകൾ സംഭവിക്കുന്ന ആളുകളുടെ വാക്കിനെന്ത് വിലയാണുള്ളത്? അന്നങ്ങനെ പറഞ്ഞു വെച്ചു. ഇന്ന് നിലവിലുള്ള പുത്തനാശയക്കാരുടെ ഇപ്പോൾ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ള ഉമർ സുല്ലമിയുടെ ഒക്കെ വാദം എന്താണ്? ഹദീസ് വന്നാൽ അത് ആധുനിക ശാസ്ത്രീയ തത്വങ്ങൾക്ക് നിരക്കുന്നതാണെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടതുണ്ട്. മുതവാത്തിറല്ലാത്ത ഹദീസുകളൊന്നും സ്വീകരിക്കേണ്ടതില്ല, ഖബർ ആഹാദൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ദയനീയമായ നീചമായ ഈ ബിദ്അത്തിനെ നാം എതിർത്തില്ലെങ്കിൽ ഈ ദീനിന്റെ അവസ്ഥ എന്താണ്? ഈ തരത്തിലുള്ള ആശയ വ്യത്യാസങ്ങൾ അയിമ്മത്തുൽ അർബഅന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പോലെ ലഘൂകരിക്കുന്ന ഒരു തരം വിദ്യാഭ്യാസ വിപ്ലവക്കാരുണ്ട് ഇവിടെ. ജഹിലാഭാസമല്ലേ അവർ നടത്തുന്നത്? എത്ര വലിയ അപകടമാണ് ഈ പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ വകവെച്ചു കൊടുക്കണമെന്നോ? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ശരി, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന്, ഖബർ വാഹിദിനെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സ്വീകരിക്കണമെന്ന് മഹാന്മാരായ അയിമ്മത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ ദീൻ നിലനിർത്തുക തന്നെ ചെയ്യും. അത്തിഉല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അഥവാ കിതാബിനെ അനുസരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. വഅത്തിഉർ റസൂൽ, റസൂലിനെ അനുസരിക്കണം, അഥവാ സുന്നത്തിനെ പിൻപറ്റണം എന്നാണ് അതിന്റെ അർത്ഥം. സുന്നത്തിനെ പിൻപറ്റിയേ പറ്റൂ, ഖുർആനിന്റെ കൽപ്പനയാണ്. വഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള ഉലുൽ അംറിനെ പിൻപറ്റണം, അഥവാ ഇജ്മാഇനെ ഖബൂൽ ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. ഇമാം റാസി തങ്ങൾ അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഉലുൽ അംറിനെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഉലുൽ അംറിന്റെ ഇജ്മാഇനെ നിങ്ങൾ അംഗീകരിക്കണം. ഇജ്മാഇന് തെളിവാണ് എന്ന് തഫ്സീറുൽ കബീറിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, സൂറത്തുൻ നിസാ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും നോക്കണം. ഖുർആനിലും സുന്നത്തിലും നോക്കിയിട്ടാണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, എന്നിട്ടാണല്ലോ ഇപ്പൊ തർക്കം ഉണ്ടായത്. പിന്നെ നോക്കിയിട്ട് എന്താ കാര്യം? ഇതിനർത്ഥം വെക്കാണ് ചിലര്. ഇനി തർക്കമുണ്ടായ ഇനി ഖുർആനിലേക്ക് തന്നെ നോക്കണം, അയിമ്മത്ത് പറഞ്ഞൊന്നും നോക്കാൻ പാടില്ല. എത്ര വലിയ പോയത്താണ് ആ പറയുന്നത്. ഖുർആനിലുണ്ടോ എന്ന് നോക്കണമെന്ന് ആദ്യം പറഞ്ഞു, ഹദീസിലുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു, ഇജ്മാ ഉണ്ടോ എന്ന് നോക്കണം. ഇതിലൊന്നും ഇല്ലാതെ, നസ്സ് ഇല്ലാതെ വരുമ്പോഴാണ് തനാസു ഉണ്ടാവുക. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുസ്തബിഹാത്തുൻ ഐ വഫീ റിവായത്തിൻ മുതശാബിഹാത്തുൻ. വ്യക്തമായ ചില ഹലാലുകളുണ്ട്, വ്യക്തമായ ചില ഹറാമുകളുണ്ട്. എന്നാൽ അത്ര വ്യക്തമല്ലാത്ത, നസ്സില്ലാത്ത വബൈനഹുമാ മുസ്തബിഹാത്തുൻ അല്ലെങ്കിൽ മുതശാബിഹാത്തുൻ, അവ്യക്തമായ ചില കാര്യങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട്. ഒരു നിലക്ക് നോക്കുമ്പോൾ ഹറാമിനോട് സാമ്യതയുണ്ട്, മറ്റൊരു നിലക്ക് നോക്കുമ്പോൾ ഹലാലിനോടും സാമ്യതയുണ്ട്. അപ്പൊ അത് മുസ്തബിഹായി, മുതശാബിഹായി, അങ്ങോട്ടും ഇങ്ങോട്ടും തശാബുഹുണ്ടായി. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അതിന്റെ ഹുക്മ് അധിക പേർക്കും അറിയുകയില്ല. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. അങ്ങനെ വരുമ്പോഴാണ് തർക്കമുണ്ടാകുന്നത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹ്, ഇതിന് സമാനമായ വല്ല മസ്അലയും വല്ല ഹുക്മും കിതാബിലോ സുന്നത്തിലോ ഇജ്മാഇലോ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അതിനോട് ഖിയാസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഹുക്മ് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഇതിന് സമാനമായ, ഇതിന് തത്തുല്യമായ വല്ല മസ്അലയും വല്ല ഹുക്മും മറ്റേതെങ്കിലും വിഷയത്തിൽ നസ്സുണ്ടോ എന്ന് പരിശോധിക്കണം ഖുർആനിൽ, ഹദീസിലുണ്ടോ എന്ന് പരിശോധിക്കണം ഹദീസിൽ. ഇല്ലാതെ വരുമ്പോൾ, ഇല്ലെങ്കിൽ ഇജ്മാ നോക്കണം. അങ്ങനെ വരുമ്പോൾ അതുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അതിനെ ഖിയാസ് ചെയ്ത് അതിന്റെ ഇല്ലത്ത് മനസ്സിലാക്കി ഖിയാസ് ചെയ്ത് മനസ്സിലാക്കണം. അത് എല്ലാവർക്കും സാധ്യമല്ല. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലെന്ന് ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന്റെ ശറഹിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയുന്നു, ഇത് ചില്ലറ ചില ആളുകൾക്ക് അറിയും, ഖലീലിന് ഇത് അറിയും എന്നാണ് അതിന്റെ മഫ്ഹൂം. എല്ലാവർക്കും അറിയില്ല, അധിക പേർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും അറിയില്ല എന്നല്ല, ആർക്കും അറിയില്ല എന്നല്ല, അധിക പേർക്കും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചില്ലറ കുറച്ച് ആളുകൾക്ക് അറിയും. വഹുമുൽ അഇമ്മത്തുൽ മുജ്തഹിദൂൻ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി. അവരാണ് അഇമ്മത്ത് മുജ്തഹിദുകൾ. ഒന്നാമത്തെ അസ്ല് ഞാൻ പറഞ്ഞു വെച്ചു, രണ്ടാമത്തെ അസ്ലിനെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ രണ്ട് അസ്ലിനെ തകർക്കുകയാണ് ബിദ്അത്തുകാരുടെ ഉദ്ദേശം. അത് അയിമ്മത്ത് മുജ്തഹിദുകൾ ചെയ്യേണ്ടുന്ന പണിയാണ്. അതിനെന്ത് വേണം? നസ്സുണ്ടോ എന്ന് പരിശോധിക്കണം ആദ്യം. നസ് ഇത്രയും വിശാലമാണ്, ലക്ഷക്കണക്കായ ഹദീസുകൾ, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവ്യാപ്തി, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവ്യാപ്തി എത്രയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ. എന്നല്ല ഇമാം സുയൂത്തിക്ക് ഒരു ബഹസുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഇനി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഹുക്മ് ചെയ്യുക? ചില ആളുകൾ പരിഹസിക്കാറുണ്ട്.
അവര് ഹുക്മ് ചെയ്യുന്നത് ഷാഫി മദ്ഹബ് കൊണ്ടാണോ ഹനഫി മദ്ഹബ് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഇതൊക്കെ അയിമ്മത്ത് മുന്നേ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. അവിടെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് ഇനി രണ്ടാമത് ഇറങ്ങി വരുമ്പോൾ എങ്ങനെയായിരിക്കും ഹുക്മ് ചെയ്യുക എന്ന വിഷയം അയിമ്മത്ത് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നുബുവത്തിന്റെ അടിസ്ഥാനപരമായ സിഫാത്ത് മലക്കയുള്ളവരാണ്. രണ്ടാമത് വരുമ്പോൾ ആ ഹുക്കുമിലൂടെ അല്ല വരുന്നതെങ്കിലും അടിസ്ഥാനപരമായി നുബുവത്തിന്റെ ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനാണ് പരിശുദ്ധ ദീനിന്റെ അടിത്തറ. ആ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് റസൂലുള്ളാഹിയുടെ സുന്നത്ത്. അതിന്റെ വിശദീകരണമാണ് അയിമ്മത്തിന്റെ ഇജ്തിഹാദുകളൊക്കെ തന്നെ. അതുകൊണ്ട് ഇതിന്റെ ഒക്കെ ആകത്തുക പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ അത് തിരിയണമെങ്കിൽ, അത് മനസ്സിലാവണമെങ്കിൽ നുബുവത്തിന്റെ ബസാറത്ത് വേണം. ഈസ നബിക്ക് അതുള്ളത് കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഹദീസ് പോലും ഇവിടെ ഇല്ലെങ്കിലും ആ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി ഹുക്മ് പറയാനുള്ള കഴിവ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി വളരെ വിശാലമായി പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മറ്റൊരു ചർച്ചയാണ്, അത് നമ്മുടെ ഉദ്ദേശമല്ല ഇവിടെ. അപ്പൊ ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ അത്ര വ്യാപ്തിയാണ്, അതിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. ആ നിലക്ക് അതിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച്, ഹദീസിലുണ്ടോ എന്ന് പരിശോധിച്ച്, സഹാബത്തിന്റെ ഫത്വകൾ മുഴുവനും പരിശോധിച്ച്, അങ്ങനെ പരിശോധിച്ചു കൊണ്ട് വേണം പിന്നീട് അതിലൊന്നും ഇല്ല എന്ന് കാണുമ്പോഴാണ് ഒരു വിഷയത്തിൽ ഖിയാസ്. അതാണ് യഥാർത്ഥത്തിൽ ഇജ്തിഹാദും അടിസ്ഥാനം. അതാണ് യഥാർത്ഥത്തിൽ ഒരു മുജ്തഹിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി. അതിന് ഖിയാസിന് ഇത് പറ്റുമോ? അതിനുള്ള കാരണങ്ങൾ ഇവിടെ ഉണ്ടോ? എന്താണ് കാരണം? ഇതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെയാണ് പിന്നീട് അവർ ഖിയാസ് ചെയ്യുന്നത്. അതുപോലെ ഓരോ വിഷയങ്ങൾ പരസ്പരം തആറുളാകുമ്പോൾ എങ്ങനെ ഒന്നിന് മുൻഗണന നൽകണം, ഇതൊക്കെ വളരെ ദുഷ്കരമായ, വളരെ അധികം സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ആ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുണ്ടായിരുന്ന മഹാന്മാരായ അയിമ്മത്ത്, നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, 7 ലക്ഷം ഹദീസിൽ നിന്നാണ് ഈ മുസ്നദ് ഞാൻ ക്രോഡീകരിക്കുന്നത് എന്ന്. അബൂ സുർഅത്ത് മൂപ്പരുടെ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ്, അദ്ദേഹത്തിന്റെ ശരീക്കാണ്. അബൂ സുർഅത്ത് എന്നവർ പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട്, അഥവാ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മകനായ അബ്ദുള്ളയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉപ്പാക്ക് 10 ലക്ഷം ഹദീസ് മനപ്പാടം ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? കുന്നാനതദാക്കറുഹാ, ഞങ്ങൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, മുദാക്കറ ചെയ്യാറുണ്ട്. ആ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു എന്ന ആദ്യഘട്ടത്തിൽ ഇമാം ഷാഫിഈ ആയാത്തുകളുടെയും ഹദീസുകളുടെയും ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മസ്അലകൾ പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു. ചിലപ്പോൾ ഹദീസിന്റെ ലാഹിറിന് എതിരാണെന്ന് തോന്നിയിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളൊന്നും അങ്ങോട്ട് പോകാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അങ്ങനെ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് സുഖമില്ലാതാവുകയാണ് ഒരു ദിവസം. അഹ്മദ് ഇബ്നു ഹംബൽ, യഹ്യ ഇബ്നു മഈൻ, ഇവർ രണ്ടുപേരും അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മുഹദ്ദിഥീങ്ങളാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് സുഖമില്ലാതായപ്പോ സന്ദർശിക്കാൻ വന്നു ഇമാം ഷാഫിഈ തങ്ങൾ. ഇമാം ഷാഫിഈ തങ്ങൾ വന്നു, കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. അപ്പോ സൂക്കടൊക്കെ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചപ്പോ തന്നെ മൂപ്പര സൂക്കടൊക്കെ മാറിയ പോലെ ആയി. പിന്നെ എണീറ്റിരുന്നു കൊണ്ട് കുറെ എൽമിയായ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വല്ലാതെ ആകൃഷ്ടനായി ഇമാം ഷാഫിഈ. അങ്ങനെ ഇമാം ഷാഫിഈ പോവാനെണീറ്റപ്പോൾ ഇമാം ഷാഫിഈ യാത്ര അയക്കാൻ വേണ്ടി ഇമാം ഷാഫിയുടെ ബഗലത്തിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. ഷാഫി ഇമാം വാഹനം കയറുന്നതും ഇങ്ങനെ കാത്തിട്ട്, അത് കണ്ടുകൊണ്ട് യഹ്യ ഇബ്നു മഈൻ ഇങ്ങനെ വരിക. യഹ്യ ഇബ്നു മഈൻ വരുമ്പോ പറഞ്ഞു, അല്ല ഷാഫി ഇമാമിനെ എന്താ ഇങ്ങനെ ബഹുമാനിക്കുന്നു? ഇമാം അന്ന് അങ്ങനെയൊന്നല്ലല്ലോ പറയാ. മുഹമ്മദ് ഇബ്നു ഇദ്രീസിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ ആള് ഇത്ര ബഹുമാനിക്കുന്നത് കണ്ടപ്പോ അത്ഭുതത്തിൽ ചോദിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞ മറുപടി, നമ്മളടുത്ത് മരുന്നേ ഉള്ളൂ, ഫിഖ്ഹ് വേണമെങ്കിൽ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് യാത്ര ചെയ്ത ബഗലത്തിന്റെ വാലൊന്ന് ചുംബിച്ചാൽ മതി എന്നാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ തങ്ങൾ യാത്ര ചെയ്യുന്ന ബഗലത്തിന്റെ വാലൊന്ന് ചുംബിച്ചോ, നിനക്കും ഫിഖ്ഹ് വേണമെങ്കിൽ എന്ന് പറഞ്ഞു. പിന്നീട് അവർ വളരെ അടുത്ത സ്നേഹിതന്മാരായി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നുണ്ട്,
എന്റെ ഉപ്പ എല്ലാ നിസ്കാര ശേഷവും ഷാഫി ഇമാമിന് വേണ്ടി പേരെടുത്ത് ദുആ ചെയ്യുമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ്, ആരായി ഷാഫി, എന്താ ഇത്രമാത്രം ഇങ്ങനെ ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചപ്പോ, മോനെ, ഇമാം ഷാഫിഈ ലോകത്തിന് സൂര്യനെ പോലെയായിരുന്നു, ശരീരത്തിന് ആഫിയത്ത് പോലെയായിരുന്നു. ഈ പ്രപഞ്ചത്തിന് സൂര്യനില്ലെങ്കിൽ, സൂര്യന്റെ ഊർജവും അതിന്റെ താപവും ഈ ഭൂമിക്ക് ലഭ്യമല്ലെങ്കിൽ ഇതിന് ഹയാത്തില്ലാത്ത പോലെ, ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ ആ ശരീരം കൊണ്ട് ഗുണമില്ലാത്ത ഫലമില്ലാത്തതുപോലെ നമ്മുടെയൊക്കെ ഇൽമ് ഫലവത്തായത് ഇമാം ഷാഫിയുടെ ഊർജം കിട്ടിയതിന് ശേഷമാണ് എന്നർത്ഥം. ആ നിലക്കുള്ള അയിമ്മത്തുകൾ അവർ എത്ര സൂക്ഷ്മതയോടുകൂടെ, ഞാൻ എന്റെ പണ്ഡിത സുഹൃത്തുക്കൾ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ, ബിദ്അത്തിനെ നിസ്സാരവൽക്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ അതിനോട് തുലനം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ന്യായീകരിക്കാൻ പോലും ആളുകൾ വരുന്ന കാലഘട്ടത്തിൽ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഷാഫിയുടെ മുന്നിൽ ഒരു മസല വരുന്നു. വൽമുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ. തലാഖ് ചെല്ലപ്പെട്ട പെണ്ണുങ്ങൾ 3 ഖുർ എഴുതിയിരിക്കണമെന്നാണ് ഖുർആനിന്റെ കൽപ്പന. ഖുർ എന്ന് പറഞ്ഞാൽ എന്താ? ഷാഫി മദ്ഹബിൽ തുഹ്റാൻ, ഹനഫി മദ്ഹബിൽ ഹൈളാൻ. മുൻകാല പണ്ഡിതന്മാർക്കിടയിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഒന്നിനെ തർജീഹ് ചെയ്യണം. എങ്ങനെ ഈ തർജീഹ് ചെയ്യല്? ഖുർആന്റെ അർത്ഥം ഭാഷാപരമായി നോക്കിയാൽ ഹൈള് എന്നും കാണാം, തുഹ്ർ എന്നും കാണാം. അപ്പോ തർജീഹ് ചെയ്യാൻ വകുപ്പില്ല. ഹദീസിന്റെ പ്രയോഗം നോക്കുമ്പോഴും രണ്ടും കാണുന്നുണ്ട്. ദഈ അയ്യാമ അഖ്റാഇകി എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സഹാബത്തിന്റെ ഫത്വയിൽ തുഹ്ർ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലക്കും തർജീഹിന് വകുപ്പില്ല, രണ്ടിനും സാധ്യത ഉണ്ട്. എന്നാ പിന്നെ ഏതെങ്കിലും ഒന്നായിക്കോട്ടെ എന്ന് വെച്ചാൽ പോരല്ലോ. കാരണം ഇത് തലാഖിന്റെ മസലല്ലേ. 3 മാസമാകുമ്പോ മടക്കിടക്കൊക്കെ ചെയ്താൽ ഒരു ദിവസം പ്രശ്നമായാൽ ആകെ പ്രശ്നമാവും അല്ലേ? അപ്പോഴും ബാക്കിയുണ്ടെന്ന് പറയാം, ഹൈളല്ലേ അല്ലെങ്കിൽ തുഹറല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം. കൃത്യമായി അതിന് നിയമം വേണമല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ ചിന്തിച്ചു, എന്ത് രസകരമാണെന്ന് ആലോചിക്കണം. മറ്റു നിലക്കൊന്നും തർജീഹിന് ഒരു വകുപ്പും കാണുന്നില്ല. അപ്പൊ പിന്നെ മൂപ്പര് പറഞ്ഞതെന്താണെന്നറിയോ? ثلاثة بالتاء قل للعشرة في عد ما أحاده مذكرا في الضد جرد والمميز جرري جمع بلفظ قلة في الأكثر. ഇത് നമ്മളെ നഹവിന്റെ കിതാബുകളിൽ പഠിപ്പിച്ചതാണല്ലോ. അന്ന് അൽഫിയത്ത് ഇബ്നു മാലിക് ഒന്നുമില്ലെങ്കിലും ഈ മസല മൂപ്പർക്കും അറിയാലോ. മൂപ്പര് പറഞ്ഞു സലാസത ഖുറൂഇൻ എന്നാ പറഞ്ഞത്. താഓട് കൂടെയാണ് സലാസത്തിനെ പറഞ്ഞത്. അപ്പൊ ഖുർ എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. ഖുർ ലഫ്ള് മുദക്കറാണ്. അപ്പൊ രണ്ടായാലും പറ്റും. പക്ഷേ ലഫ്ളും മഅനയും മുദക്കറാകൽ എങ്ങനെ അർത്ഥം വെക്കുമ്പോഴേ ഉണ്ടാകൂ? തുഹ്ർ എന്ന അർത്ഥം കൊടുക്കുമ്പോഴേ ഉണ്ടാകൂ. ഹൈള് മുഅന്നസാണ്, പെണ്ണുങ്ങൾക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹൈള് മുഅന്നസാണ്. അപ്പൊ ഖുർ എന്നതിന് സലാസത്ത് എന്നതിനോട് ലഫ്ളൻ വ മഅനൻ മുനാസബത്ത് ഖുർആന് തുഹ്ർ എന്നർത്ഥം കൊടുക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ തർജീഹ് ചെയ്യുന്നു. എത്ര ദഖീഖാണ് ആ മസല. വെറുതെ അങ്ങ് പറയുന്നതല്ല. ഈ നിലക്കുള്ള ബഹുമാനപ്പെട്ട ഇമാം ഷാഫി, മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ, ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമു മുഴുവനും കരഗതമാക്കി, ഹിജാസിലെ ഇൽമു മുഴുവനും കരഗതമാക്കി. ഹഫിൽതു വജദ്തു അഹാദീസൽ അഹ്കാമി കുല്ലഹാ ഇൻദ മാലികിൻ. അഹ്കാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസും എനിക്ക് ഇമാം മാലിക്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു. ഇല്ലാ 16 ഹദീസൻ, 16 ഹദീസ് ഒഴികെ അത് ഞാൻ സുഫിയാൻ ഇബ്നു ഉയൈനയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചില റിവായത്തിൽ മറിച്ചുണ്ട്. ഏതായിരുന്നാലും അവരിൽ നിന്നാണ് അത് മുഴുവൻ കിട്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിയതിന് ശേഷം ഇമാം മാലിക്കിന്റെ ഇൽമിൽ വലിയ ആകൃഷ്ടനായി അവിടെ ജീവിച്ചു. മുഴുവൻ പഠിച്ചതിന് ശേഷം പിന്നീട് കൂഫയിലേക്ക് വരുന്നു, യമനിലേക്ക് പോകുന്നു, അവിടെയുള്ള പണ്ഡിതന്മാരിൽ പഠിക്കുന്നു. ഇവിടെ വന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വഴിക്ക് വരുന്ന, അലി റളിയല്ലാഹു അൻഹുവിന്റെ വഴിക്ക് വരുന്ന ഇൽമ് ബഗ്ദാദിലാണുള്ളത്, കുഫയിലാണുള്ളത്. അത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഴിക്ക് വരുന്നു. അവിടെ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനി എന്ന് പറയുന്ന അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യൻ, മഹാപണ്ഡിതൻ അവിടെയുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, കതബതു മിൻ ഇൽമി മുഹമ്മദ് ഇബ്നുൽ ഹസൻ ബിഖ്റ ബഈർ. മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനിയുടെ ഇൽമിൽ നിന്ന് ഒരു ഒട്ടകത്തിന് ചുമക്കാൻ മാത്രമുള്ള അറിവ് ഞാൻ പഠിച്ചു.
ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി ആ മുഹമ്മദ് ഇബ്നു ഹസൻ ശൈബാനിയുടെ കിതാബുകൾ മുഴുവനും നഷ്ടപ്പെട്ടാലും ഞാൻ കാണാതെ അത് മുഴുവനും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ ഇമാമിന്റെ പേരാണ് ഇമാം ഷാഫി, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ എന്ന് പറയുന്നത്. ആ അയിമ്മത്തിനോട് ഇവിടെയുള്ള ചില നോളകൾ പറയുന്നതിനെ, അവര് പറയുന്ന തോന്നിവാസത്തെ തുലനം ചെയ്യുന്നത് എത്ര അപകടകരമാണ്. അതിങ്ങനെ കേട്ടിട്ട് മിണ്ടാതിരിക്കണമെന്നോ? നടക്കുന്ന കാര്യമല്ല, അത് നടക്കുന്ന കാര്യമല്ല. വെറുതെ ആവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കിയിട്ട് ഇത് മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും നമുക്കിതുമായി യാതൊരു ബന്ധമില്ല, ഇതും അതുമായി യാതൊരു ബന്ധമില്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ പറയും, അത് പറഞ്ഞേ പറ്റൂ. അത് മറ്റ് തലത്തിലേക്ക് കൊണ്ടുപോവാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. സമുദായത്തിന്റെ രാഷ്ട്രീയ കെട്ടുറപ്പ് ശക്തമായി നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആ വ്യക്തികളിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ. എന്ന് കരുതി സുന്നത്ത് ജമാഅത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ദീനിനെ താറുമാറാക്കാൻ, കുട്ടിച്ചോറാക്കാൻ കുറെ ഹുദഥാഉൽ അസ്നാനിന്റെ കയ്യിലേക്ക്, കുറെ വിഡ്ഢികളുടെ കയ്യിലേക്ക് ഈ ദീനിനെ ഏൽപ്പിച്ചാൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധമുള്ളത് കൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. ഒന്നാമത്തെ അടിസ്ഥാനമാകുന്ന മഹാന്മാരെ ആദരിക്കുക എന്നതിനെ ഒരു ഭാഗത്ത് തകർത്തു, മറ്റൊരു ഭാഗത്ത് എന്തുമാവാം, അതൊന്നും ഒരു പ്രശ്നമല്ല, അതും ശരി ഇതും ശരി, എല്ലായിടത്തും കുറെ ശരി, ഒക്കെ കൂടി ശരി, ഇതൊക്കെ കൂടി ശരിയാകുകയാണ്. ഇതെന്തൊരു ശരിയാണ്? ഇങ്ങനത്തെ ഒരു ശരിയില്ല. പറയേണ്ടത് പറയാൻ അർഹതപ്പെട്ടവരെ പറയാവൂ. ഖുനൂത്ത് ഒരാൾ ഓതണ്ട എന്ന് ഹനഫി മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനല്ല, സ്വന്തം പറഞ്ഞ അയാൾ കുറ്റക്കാരനാണ്. എന്തുകൊണ്ട്? അയാളത് പറയാൻ യോഗ്യനല്ല, യോഗ്യതയില്ലാത്ത പണിയെടുത്തു എന്നത് അയാളെ കുറ്റം. ഒരു ഡോക്ടർ ചികിത്സിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാൾ ചികിത്സിച്ചാൽ അയാൾ കുറ്റക്കാരനാണ്. ഒരു മുജ്തഹിദ് ഇജ്തിഹാദ് ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്ത് തെറ്റ് പറ്റിയാൽ പോലും അയാൾക്ക് പ്രതിഫലമാണെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതേസമയം അതിന് യോഗ്യതയില്ലാത്തവർ ഖുർആനിൽ തോന്നിവാസം പറഞ്ഞാൽ, മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി, സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആനിന് വ്യാഖ്യാനം നൽകുക, അതിന്റെ യോഗ്യതകളൊന്നുമില്ലാതെ പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. അതാ വ്യത്യാസം. അബൂ ഹനീഫ ഇമാമിന് അത് പറയാനുള്ള യോഗ്യതയുണ്ട്, നിനക്കെന്താ യോഗ്യത? ഒരു ഹദീസ് സനദ് സഹിതം, ആ സനദിലുള്ള റിജാലിന്റെ താരീഖ് സഹിതം പറയാൻ ആർക്കാ ഇവിടെ കഴിയാ? കാണാതെ പറയാൻ എത്ര ആളുകളുണ്ട് ഈ ഇജ്തിഹാദ് പറയുന്നവരൊക്കെ എന്നല്ല. പണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ ഒരിക്കൽ ജാമിയുടെ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ട് ഒരാളെ സംബന്ധിച്ച് പറഞ്ഞതാ, അവന് ബിസ്മിയുടെ അർത്ഥം പറയാൻ കഴിയുമെങ്കിൽ എന്റെ മുന്നിൽ വന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക്, ഒരു ആയത്ത് ശരിക്ക് കൃത്യമായി അർത്ഥം നൽകാൻ കഴിയാത്ത ആളുകൾ, തെറ്റുകൂടാത്ത ഓതാൻ കഴിയാത്ത ആളുകൾ, ഇവരൊക്കെ ഇജ്തിഹാദ് ചെയ്യണം. അവരൊക്കെ ദീനിൽ തോന്നിയതൊക്കെ പറയാ. ഇതൊക്കെ വകവെച്ചു കൊടുക്കാൻ, അതൊക്കെ അയിമ്മത്തിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെയാണ് എന്നിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെയൊന്നും മുണ്ടാതെ നിൽക്കാൻ പറ്റില്ല. ഇതാണ് രണ്ട് അപകടങ്ങൾ. ഈ രണ്ട് അപകടകരമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിനെ പ്രതിരോധിക്കേണ്ടുന്ന ആവശ്യകതയും, അത് പ്രതിരോധിച്ചില്ലെങ്കിൽ ഒരു ഭാഗത്ത് ഈമാൻ തകർന്നു പോകുന്ന യാഥാർത്ഥ്യവും, മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ ഇസ്ലാം അതിന്റെ തനതായ രൂപം, അതിന്റെ ആ പാരമ്പര്യ രൂപം അതിവിടെ നിലനിൽക്കാതെ മുഹറഫായ ഒരു ദീന് മാത്രം ഇവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും അതിന്റെ അപകടവും നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും മഹാന്മാരായ സാത്വികരായ ദിക്റും ഇബാദത്തും തദ്രീസുമായി ഇരുന്നിരുന്ന നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ, അവർ സംഘടന ആഗ്രഹിച്ചവരായിരുന്നില്ല. അവരിങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് അങ്ങനെ ആവശ്യമില്ലാതെ ഇറങ്ങിച്ചെല്ലാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നില്ല.
മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച 40 ആളുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ വറഉം സൂക്ഷ്മതയും എല്ലാവർക്കും അറിയാവുന്നതാ. പിന്നെ അതിന്റെ അപ്പുറമുള്ളതൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അത്ര വലിയ മഹാന്മാരും മഹത്തുക്കളുമായിരുന്ന ആളുകൾ ഈ 2 അടിത്തറ ഇവിടെ തകർക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് അതിനെ ശക്തമായി സംഘടിതമായി പ്ലാനിങ്ങോടുകൂടെ എതിരിടേണ്ടതുണ്ട് എന്ന ആ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു സംഘടനയ്ക്ക് ഇവിടെ രൂപം നൽകിയത്. അതിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നല്ലവരായ പണ്ഡിതന്മാർ അവരുടെ എല്ലാം ത്യജിച്ചുകൊണ്ട്, അവരുടെ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, ഇന്ന് ഒരുപാട് സൗകര്യങ്ങൾ, അപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ച് ഒരുപാട് സൗകര്യങ്ങളാണ്, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചു അവർ. അതുകൊണ്ട് അതിന്റെ പേരിൽ ഇന്നും മറ്റു നാടുകളിൽ, ഇപ്പൊ ഗൾഫിലൊക്കെ ഒരുപാട് ജീവിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ, എന്നും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന, നമ്മുടെ മദ്രസയിൽ 5ാം ക്ലാസ് വരെയെങ്കിലും ശരിക്ക് പഠിച്ച ഒരു വിദ്യാർത്ഥിക്കുള്ള ഒരു അറിവ് പോലും സാധാരണ അറബികൾക്ക് കാണാത്ത എത്രയോ അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചറിഞ്ഞവരാണ്. ആ നിലക്കുള്ള അതുപോലെ ആശയപരമായൊക്കെ സുന്നികൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്തുമാകാവുന്ന അവസ്ഥ. അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ദീനിനെ ഒരു ഇമ്മഅത്താവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ ഇമ്മഅത്താവരുത്. തഖൂലൂന, നിങ്ങൾ പറയാ, ഇൻ അഹ്സനന്നാസു അഹ്സന, ജനങ്ങളൊക്കെ നന്മ ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യാം. വൈൻ അസാഅന്നാസു അസഅന, അവരൊക്കെ തെറ്റ് ചെയ്യാണ്, പിന്നെ ഇപ്പൊ നമ്മളും അതിന്റെ ഒപ്പം ഇങ്ങനെ നിന്ന് കൊടുക്കല്ലാതെ എന്താ ചെയ്യാ? അവരെ പേരാണ് ഇമ്മഅത്ത്. അമ്മായി ആകരുത്, വാലാകരുത്. അനമാക്കാന്ന് ഇങ്ങനെ എല്ലാരോടും പറയാം. അതുകൊണ്ടാണ് ഇമ്മഅത്ത് എന്ന് പേര് പറഞ്ഞത്. വലാകിൻ വത്തിഉ അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തയ്യാർ ചെയ്യണം. എന്തിന്? അൻ തുഹ്സിനു ഇദാ അഹ്സനന്നാസ്, ജനങ്ങളൊക്കെ നന്മ ചെയ്യുമ്പോൾ നന്മ ചെയ്യാനും, വഇദാ അസാഅന്നാസു അല്ലാ തദ്ലിമു, ജനങ്ങളൊക്കെ ഇനി തെറ്റായ വഴിക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും അതിക്രമം കാണിക്കരുത്, നീതിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുക തന്നെ വേണം. അതിന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പാകപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസിന്റെ സാക്ഷാത്കാരമായി കൊണ്ട് നമുക്കൊക്കെ പ്രവർത്തിക്കണം. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബ് ആത്മാർത്ഥമായി പരിശുദ്ധ ദീനിനും സമൂഹത്തിനും നമ്മുടെ കെട്ടുറപ്പിനും നമ്മുടെ എല്ലാ പുരോഗതിക്കും ഉതകുന്ന വിധത്തിൽ പരിശുദ്ധ ദീനിനെ നിലനിർത്താനുള്ള അവസരം നമ്മൾക്കുണ്ടാക്കി തരുമാറാവട്ടെ. തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങി ആ പൂർവോപരി ശക്തമായി പരിശുദ്ധ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുമാറാവട്ടെ. അതിനുള്ള സാഹചര്യങ്ങൾ പാകപ്പെടുത്തി തരുമാറാവട്ടെ. എല്ലാവർക്കുമുള്ള തെറ്റിദ്ധാരണകളൊക്കെ നീക്കിക്കൊടുക്കുമാറാവട്ടെ. ഹക്കിന്റെ അഹ്ലുകാരെ, നന്മയുടെ അഹ്ലുകാരെ അള്ളാഹു ആ കലിമത്തുൽ ഹക്കിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ.